ഹലോ, എല്ലാവർക്കും റോമിൽ നിന്നൊരു ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്ന് റോമിൽ പോവാണ്. റോമിൽ ചെന്ന് വെച്ച് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാം ഒരുങ്ങി എല്ലാം ഇവിടെ വന്നു. ഈ സാൻ ജോവാനി ലെറ്ററാനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ 3 പള്ളികളുണ്ട്. അതിന്റെ പ്രത്യേകത ഞങ്ങൾ ആ പള്ളിയിൽ ചെന്നിട്ട് പറയാം. 3 ഫേമസ് പള്ളികളാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വേണ്ട പള്ളിയിലോട്ട് പോകണേ. പള്ളി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെന്താ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ട്രെയിന്, ആ റോഡിൽ കൂടെ ട്രെയിൻ പോകുന്നത്. പാളമുണ്ട്, വണ്ടിയും പോകും, എല്ലാം പോകുന്നുണ്ട്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? മെട്രോ ട്രെയിൻ. ഈ പള്ളിയിൽ അവിടെ ചെന്നും വെച്ച് ഈ പള്ളിയുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. അവിടെ ചെന്നും വെച്ച് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് ഗായ്സ്? കൊള്ളാവോ? മെട്രോ ട്രെയിൻ പോകുന്നതുണ്ടോ? എന്തോ ഒരു ട്രെയിൻ പോയി, അടുത്ത ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നു. അത് റോഡും കൂടെ ഉണ്ടോ, വണ്ടിയും പോകും കേട്ടോ. വണ്ടി കണ്ടാൽ പോകുന്ന അവിടെ നിൽക്കുന്ന വണ്ടികളുണ്ട്. ആ വണ്ടിയെല്ലാം ഈ റോഡിൽ കൂടെ എല്ലാം പോകാനുള്ള വണ്ടികൾ. മെട്രോ ട്രെയിൻ ഇങ്ങനെ തിരിഞ്ഞു പോകും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം സാൻ ജോവാനി ലെറ്ററാനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 3 പള്ളികളുണ്ട് കേട്ടോ. ഈ പള്ളികളാണ്. അവിടെ ചെന്ന് വെച്ച് ആ പള്ളികൾ കാണിക്കാം. പള്ളി കണ്ടോ? കാണാമോ പള്ളി? ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്. അവിടെ നമ്മൾ കണ്ടോ, ചെക്കിങ് കഴിഞ്ഞിട്ട് അവർ അകത്ത് കയറ്റി വിടും. ഹലോ ഗായ്സ്, ഞങ്ങൾ ഫസ്റ്റ് വന്ന പ്ലേസ് ഇതാണ്. ഇത് ബസലിക്ക സാൻ ജോൺ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചാണ് ഇത്. ഈ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർട്ടിൻ പോപ്പിനെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണ്. കറക്റ്റാണ്, ഞങ്ങൾ നെയിം അറിയത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് ചോദിച്ചൊക്കെയാണ് നമ്മളിത് പറയുന്നത്. ഈ പേരൊക്കെ അകത്തോട്ട് കയറി വെച്ച് ഞങ്ങൾ പോപ്പിനെ അടക്കം ചെയ്തിരിക്കുന്ന ശവകുടീരവും എന്ന് പറയാൻ പറ്റുമോ നിർത്തില്ല, പോപ്പിനെയൊക്കെ അടക്കം ചെയ്യുന്നതുകൊണ്ടല്ലോ. ആ അടക്കം ചെയ്തിരിക്കുന്നതും കാര്യങ്ങളും അതിനകത്ത് പൈസ ഇടുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് അവരെല്ലാം ഇഷ്ടംപോലെ പൈസകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ചർച്ചിനുള്ളിലോട്ട് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് സൈഡിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിംഗ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സെക്യൂരിറ്റി ചെക്കിംഗ് വെള്ള ബോക്സ് ഉണ്ട്, അതിനകത്തൂടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഈ പള്ളിക്കകത്ത് കയറുന്നത്. ഇതിനകത്തൂടാണ് ഈ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് മിഷീനകത്തോട് ബാഗൊക്കെ കയറ്റി വിടും. അങ്ങനെ കയറ്റി വിട്ടും വെച്ചാണ് ഈ പള്ളിക്കകത്തോട്ട് നമ്മളെ കയറ്റുന്നത്. കണ്ടോ, ബാഗും അത് ഇതൊക്കെ കണ്ടോ, അതിൻ്റെ രണ്ടിനും നടുക്കൂടി ഇങ്ങനെ കയറി വിടും. കണ്ടോ, എന്നിട്ടാണ് പള്ളിക്കകത്തോട്ട് കയറിയത്. പള്ളിക്കകത്തോട്ട് കയറുവാണേ. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, അകന്ന് നിന്നുകൊണ്ട് നിങ്ങളെ കാണിക്കാവേ. വലിയ കൊത്തുപണികളും കാര്യങ്ങളും. പള്ളിക്കകത്തോട്ട് കയറുവാണേ. ഇത് പള്ളിക്കകത്തോട്ട് കയറുവാണേ. പള്ളിയുടെ നീളം കണ്ടോ ഗൈസ്, എന്തോ നീളമാണ്. ഇത് പള്ളിയുടെ ഒരു സൈഡ്, ഇത് വേറൊരു സൈഡ്. കണ്ടോ, ഇവിടെ ഒത്തിരി സ്റ്റാച്ചു ഒക്കെ ഉണ്ട്.
ഈ ഡോറ് കൊണ്ടോ വലിയ ഇരുമ്പ് ഡോറോ പിച്ചള ഡോറോ കേട്ടോ. ഇതാണ് പള്ളിയുടെ സെൻട്രൽ ഭാഗമാണ് വരുന്നത്. ഈ സൈഡ് ഇങ്ങനെ കാണിച്ചു പോവാം, അല്ല ഇങ്ങനെ കാണിക്കാം. നിങ്ങൾ കണ്ടു, പള്ളിക്കകത്തൂടെ നടന്നിട്ട് അങ്ങോട്ട് നടന്ന് തീരുന്നില്ല. അത്രയ്ക്ക് നീളമാണ് പള്ളിയുടെ. അങ്ങനെ റോമിലെ പള്ളി ഇവിടെ കണ്ടതുണ്ട്. പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥന ഏതാണ്ടുണ്ട്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്താണെന്നറിയത്തില്ല. കാണിച്ചു തരാം. ഓ, ഇതിനകത്തൊക്കെ ഓരോരുത്തർ പൈസയൊക്കെ ഇടുന്നു കേട്ടോ. ഇത് ആരാണ്ട് അടക്കിയിരിക്കുന്നതാണ്. ഏതോ ഒരു വിശുദ്ധനെയും കണ്ട് അടക്കിയിരിക്കുന്നുണ്ടോ. ഏതോ ഒരു വിശുദ്ധനെ അടക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഒരു പാപ്പായാണ് ഇവിടെ അടക്കിയിരിക്കുന്നത് കേട്ടോ. ടോബ ഡി പാപ്പ. അതിനെല്ലാവരും പൈസ ഇട്ട്, പൈസ ഡോളറുകളും പൈസകൾ കിടക്കുന്നുണ്ട്. കുരിശുണ്ട്. അത് എങ്ങനെ ടച്ച് ചെയ്യാത്തത്? അത് നൂലയല്ല, ആ കുരിശിരിക്കുന്നതാണ്ടോ കേട്ടോ. എങ്ങനെ ടച്ച് ചെയ്യാതാണ് ആ കുരിശിരിക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ പുറകിൽ നൂലയിലാണ്, നൂലെ കെട്ടിയാണ്. മാർട്ടിനോ പറഞ്ഞോ. മാർട്ടിനോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാർട്ടിനോ പാപ്പായെ അടക്കിയിരിക്കുന്ന ശവകുടീരം. അത് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറയുന്നത്? എനിക്കറിയത്തില്ല. ഇതിനകത്തോട്ട് ഇത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിനകത്തോട്ട് ഇതൊരു കളി. ഈ വിശേഷങ്ങളൊക്കെ, ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഞങ്ങളിത് ഈ പള്ളിയും കഴിഞ്ഞ് വെച്ച് വേറൊരു പള്ളിയുണ്ട്, ആ പള്ളിയും കാണിച്ചും വെച്ച്, അത് കഴിഞ്ഞ് വെച്ച് 7 മഹാത്ഭുതം ഉണ്ടല്ലോ. 7 മഹാത്ഭുതത്തിലെ ഒരു മഹാത്ഭുതം നിങ്ങളെ കാണിക്കാം. ഇവിടാന്ന് തോന്നുന്നു ഞായറാഴ്ചത്തെ പള്ളിയിലെ കുർബാനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇതിനകത്തായിരിക്കും. ഇവിടെ ഇങ്ങനെ കൊന്തയൊക്കെ, ഈ പള്ളിക്കകത്ത് കൊന്തയൊക്കെ വെക്കാൻ വെച്ചിരിക്കണ്ട, പലതരത്തിലുള്ള കൊന്തകൾ.
ഈ ഇരിക്കുന്ന 3 എണ്ണം 4 യൂറോ. അല്ലേ കൊന്തകൾ കണ്ട കൊന്തകൾ ഫോട്ടോസ് എല്ലാം ഉള്ള കൊന്തകൾ കയ്യിലിടുന്ന കന്യാസ്ത്രീമാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് കണ്ട യേശുക്രിസ്തുവിന്റെ ക്രൂശ് രൂപവും ഈ പള്ളിക്കകത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൻ കഴിയുവാണ് കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് അടുത്ത പള്ളിയിൽ പോകണം, വേറെ കുറേ കാര്യങ്ങൾ ഇന്ന് കുറേ എടുത്ത് ഞങ്ങൾക്ക് കറങ്ങാനുണ്ട്. അപ്പം അതും കഴിഞ്ഞും വെച്ച് ഇത് പെട്ടെന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുവാണ്. ഇപ്പം നേരത്തെ ഞങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു. ഇനിയിപ്പം അടുത്ത പള്ളിയിലോട്ട് ചെന്ന് വെച്ച് വരുന്നവർ ഇന്നോട് പറഞ്ഞ ഈ സ്ഥലത്ത് വന്നു വെച്ച് ഈ പള്ളിയും കാര്യങ്ങളും എല്ലാം കാണുക. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ സ്പെഷ്യലാണ് നെക്സ്റ്റ് പള്ളി.